ആദ്യമായ ഒരു മലയാളി CPIM-ന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി ആവാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇപ്പോൾ കാണുന്നത്. മറ്റു പേരുകളൊക്കെ ഉണ്ടെങ്കിലും കണ്ണൻ നായർ എന്നോടൊപ്പം ഉണ്ട്. കണ്ണൻ, മറ്റു പേരുകൾ ഇപ്പോൾ അശോക് ധാവ്ലെ നമുക്കറിയാം മഹാരാഷ്ട്രയിൽ നിന്നുള്ള കർഷക നേതാവാണ്. പക്ഷെ അദ്ദേഹം 2022 മാത്രം BBയിൽ എത്തിയിട്ടുള്ള നേതാവാണ്. ഇപ്പോൾ 6 പേർ ഒഴിയുന്ന സാഹചര്യത്തിൽ പൊളിറ്റ് ബ്യൂറോയിൽ നിലവിലുള്ള പൊളിറ്റ് ബ്യൂറോയിൽ ഏറ്റവും സീനിയർ 2012 പൊളിറ്റ് ബ്യൂറോയിൽ എത്തിയ MA ബേബിയാണെന്ന് മാത്രമല്ല അദ്ദേഹം 1989 മുതൽ CPIM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗമാണ്. അതുകൊണ്ട് MA ബേബി എന്ന പേരിലേക്ക് CPM-ന്റെ ജനറൽ സെക്രട്ടറി പദം ചുരുങ്ങും എന്ന് കരുതാമോ? MA ബേബിയുടെ പേരിലേക്ക് ചുരുങ്ങുമെന്ന് നമുക്ക് ഏകദേശ ധാരണയായിട്ടുണ്ട്. കാര്യം കേരളത്തിലേക്ക് രണ്ടാമതൊരു പാർട്ടി ജനറൽ സെക്രട്ടറി കൊല്ലം ജില്ലയിൽ കുണ്ട്രയിൽ നിന്ന് ജനിച്ചു വളർന്ന MA ബേബി ദേശീയ തലത്തിൽ SFIയുടെയും DFIയുടെയും ഒക്കെ തന്നെ ദേശീയ പ്രസിഡന്റായി പ്രവർത്തിച്ച് 89 കേന്ദ്ര കമ്മിറ്റിയിലേക്ക് വന്ന MA ബേബിക്ക് ഒരു പിറന്നാൾ മധുരം എന്ന് പറയുക. ഇന്നലെ അദ്ദേഹത്തിന് പിറന്നാളായിരുന്നു. ആ പിറന്നാൾ മധുരം MA ബേബിയുടെ പേര് തന്നെയാണ്. പക്ഷേ അശോക് ധാവ്ലെയുടെ പേര് വളരെ സജീവമായി തന്നെ മഹാരാഷ്ട്ര ഘടകവും ബംഗാൾ ഘടകവും ഒക്കെ തന്നെ ഉന്നയിക്കുന്നുണ്ടായിരുന്നു. കാര്യം മഹാരാഷ്ട്ര സർക്കാരിനെതിരെ ഒരു നാസിക്കിൽ നിന്ന് ഒരു കർഷക മാർച്ച് നയിച്ച് നേരെ വന്ന് അവിടെ പല കർഷകർക്ക് വേണ്ടി പല മാറ്റങ്ങൾ സർക്കാരിനെ കൊണ്ട് വരുത്തിക്കാൻ ശ്രമിച്ച് വിജയിച്ച നേതാവാണ്. അങ്ങനെയൊക്കെയുള്ളൊരു നേതാവിനെ കൊണ്ടുവരണം. മാത്രമല്ല ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുകയും ഹിന്ദി നന്നായി അറിയാം, അവസാനം പ്രാദേശികമായി ഹിന്ദി നന്നായി അറിയാവുന്ന നേതാവ് എന്നുള്ള തരത്തിലേക്ക് പോലും ചർച്ചകൾ വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് പറയാൻ സാധിക്കുക കേരളത്തിൽ നിന്നുള്ള മുൻ വിദ്യാഭ്യാസ മന്ത്രി കൂടിയായിട്ടുള്ള MA ബേബി പാർട്ടിയുടെ പുതിയ ജനറൽ സെക്രട്ടറി വരാൻ തന്നെയാണ് സാധ്യത. തീർച്ചയായും. ഒപ്പം ജയലക്ഷ്മി, MA ബേബിയെ സംബന്ധിച്ചൊരു അഖിലേന്ത്യാ റോൾ ഇത് ആദ്യമായിട്ടല്ല. അദ്ദേഹം 1979 SFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി. തുടർന്ന് അദ്ദേഹം പിന്നീട് DYFIയുടെ അഖിലേന്ത്യാ അധ്യക്ഷനായി 1987 വരികയുണ്ടായി. ഒപ്പം കണ്ണൻ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹം 1986 മുതൽ 12 കൊല്ലം 1986 മുതൽ രാജ്യസഭ MP ആയിരുന്നു 1998 വരെ. അപ്പോൾ നീണ്ട കരിയർ, 12 വർഷം അദ്ദേഹം രാജ്യസഭയിൽ ഉണ്ടായിരുന്നു. SFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്, DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ്. അദ്ദേഹം 1989 കേന്ദ്ര കമ്മിറ്റിയിൽ എത്തുന്നു. അദ്ദേഹം 1992 കേന്ദ്ര സെക്രട്ടേറിയറ്റിലേക്ക് എത്തുകയാണ്. 98 വരെ അദ്ദേഹം കേന്ദ്ര നേതൃത്വത്തിന്റെ ഒരാളായിരുന്നു അദ്ദേഹം. തീർച്ചയായിട്ടും. അപ്പോൾ അശോക് ധാവ്ലെയെ സംബന്ധിച്ച് ഇവിടെ നേരത്തെ കണ്ണൻ പറഞ്ഞത് അശോക് ധാവ്ലെ കർഷക സമരത്തിലൂടെ, പ്രത്യേകിച്ച് 2018 നാസിക് മുംബൈ ലോങ് മാർച്ചിലൂടെ പ്രശസ്തനാണ്. എന്ന് മാത്രമല്ല അദ്ദേഹം കഴിഞ്ഞ കർഷക സമരത്തിന് SKM-ന്റെ ഭാഗമായിരുന്നു. സംയുക്ത കിസാൻ മോർച്ചയിൽ സർക്കാരുമായി ചർച്ച നടത്താൻ നിയുക്തരായ 5 പേരിൽ ഒരാളായിരുന്നു. ആ ദേശീയ പ്രാധാന്യം അദ്ദേഹം സംബന്ധിച്ചുണ്ട്. അതോടൊപ്പം തന്നെ കണ്ണൻ, നമ്മൾ മറ്റ് പേരുകൾ ഇപ്പോൾ പശ്ചിമ ബംഗാളിൽ നിന്ന് സൂര്യകാന്ത മിശ്ര മാറുകയാണ്. പക്ഷേ മുഹമ്മദ് സലീം ഞാൻ സെക്രട്ടറി പദത്തിലേക്ക് ഇല്ല എന്ന് വ്യക്തമാക്കിയതോടുകൂടി ബംഗാളിൽ നിന്ന് ഒരു സാധ്യത ഇല്ലാതായി. സലീമിനെ ആയിരുന്നു ഒരു പരിഗണന ഉണ്ടായിരുന്നു. തുടക്കത്തിൽ തന്നെ മുഹമ്മദ് സലീമിന്റെ ഒരു പരിഗണന ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം പറഞ്ഞ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഇല്ല. അതുകൊണ്ട് തന്നെയാണ് പിന്നീട് 2 പേരുകൾ വന്നത്. സീനിയോറിറ്റി വെച്ച് MA ബേബി, രണ്ടാമത് അശോക് ധാവ്ലെ. അശോക് ധാവ്ലെയാണ് ബംഗാൾ ഘടകം പരിഗണിച്ചത്. അതിന് രാഷ്ട്രീയപരമായ ചില കാര്യങ്ങൾ കൂടിയുണ്ട്. കേരളത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ കേരളത്തിലാണ് അധികാരമുള്ളത്, മെമ്പർഷിപ്പ് കൂടുതലുള്ളത്. ഒരു കേരള പാർട്ടി എന്നുള്ള ലേബൽ വരുമോ എന്നുള്ളൊരു സംശയമൊക്കെ തന്നെ ബംഗാൾ ഘടകം ഉന്നയിച്ചിരുന്നു. പക്ഷേ ത്രിപുരയടക്കമുള്ള കർണാടക, തമിഴ്നാടക്കമുള്ള, തമിഴ്നാടാണ് 3ാമത് മെമ്പർഷിപ്പിലുള്ളത്, ആ ഘടകങ്ങളൊക്കെ തന്നെ MA ബേബിയുടെ പേരിന് വേണ്ടി പറയുകയുണ്ടായി. ഇന്നലെ പോൾ ബ്യൂറോയിലും ആ ഒരു പേരാണ് വന്നത്. എന്തായാലും ഇന്ന് ഒരു 9:30-10 മണിയോട് കൂടി തന്നെ നമുക്ക് ഫൈനൽ പറയാൻ സാധിക്കും. നിലവിലെ സാഹചര്യത്തിൽ MA ബേബി തന്നെയാണ്. ഒപ്പം പൊളിറ്റ് ബ്യൂറോയെ കുറിച്ച് കൂടി പറയുമ്പോൾ, പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് കഴിഞ്ഞ സമ്മേളനം തെരഞ്ഞെടുത്ത ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, കേരള സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ എന്നിവർ അന്തരിച്ചു. അതിനുശേഷം നോക്കൂ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, സുഭാഷിണി അലി, മണിക് സർക്കാർ അടക്കമുള്ള പ്രമുഖരായ നേതാക്കൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് ഒഴിവാകുമ്പോൾ പൊളിറ്റ് ബ്യൂറോയിൽ പുതുതായി ആര് വരുമെന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിൽ ബംഗാളിന്റെ കാര്യത്തിൽ അത് ശ്രീദീപ് ഭട്ടാചാര്യ ആണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ജിതൻ ചൗധരി ത്രിപുരയിൽ നിന്ന് വരുന്നു. അതെ, അമ്ര റാം രാജസ്ഥാനിൽ വരുന്നു. കേരളത്തിൽ നിന്ന് ആരായിരിക്കും പുതുതായി പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരിക? നിലവിൽ കേരളത്തിൽ നിന്ന് തുടക്കത്തിൽ ഉള്ള ചർച്ചകൾ ഉണ്ടായിരുന്നു. പക്ഷേ ഈ നിലവിലെ സാഹചര്യത്തിൽ കേരളത്തിൽ നിന്ന് ഒഴിവ് വരികയാണെങ്കിൽ ആദ്യം വരാൻ സാധ്യത MP ആയിട്ടുള്ള K രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ഒന്ന് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന നേതാവാണ്, ഒരു ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരു നേതാവ് എന്നുള്ള നിലയിലുള്ള ഒരു പ്രവർത്തനം വരും. പക്ഷേ നമ്മൾ എടുത്തു പറയേണ്ടത് ഒരു തലമുറ മാറ്റമാണ് അവിടെ വരാൻ പോകുന്നത്. കാര്യം 92 സീതാറാം യെച്ചൂരിയും പ്രകാശ് കാരാട്ട് അടക്കമുള്ള യുവാക്കളെ PBയിലേക്ക് കൊണ്ടുവന്ന് 2005 പ്രകാശ് കാരാട്ട് ജനറൽ സെക്രട്ടറി ആവുന്നു. അതിനുശേഷം സീതാറാം യെച്ചൂരി ജനറൽ സെക്രട്ടറി ആവുന്നു. അങ്ങനെ ഒരു തലമുറയെ വാർത്തെടുക്കാൻ സാധിച്ചിരുന്നു പഴയ നേതൃത്വത്തിന്. അതിന് സമാനമായ രീതിയിൽ പുതിയൊരു തലമുറ മാറ്റം. 92 ഇതേപോലെ തമിഴ്നാട്ടിലാണ് പാർട്ടി കോൺഗ്രസ് ചേർന്നത്. അപ്പോഴാണ് കണ്ണൻ പറഞ്ഞതുപോലെ പുതിയ നേതൃനിര വന്നത്. അങ്ങനെയാണെങ്കിൽ ഇത്തവണ P രാജീവിനെ പോലെയുള്ള നേതാക്കൾ വരേണ്ടതാണ്. ഒരു കാര്യം കൂടിയുണ്ട് കണ്ണൻ, നോക്കൂ, ഇപ്പോൾ പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് 2 വനിതകൾ, സുഭാഷിണി അലിയും ബൃന്ദ കാരാട്ടും ഒഴിവാവുകയാണ്. പകരം 2 വനിതകൾ വരുമ്പോൾ കൂടുതൽ പരിഗണന തമിഴ്നാട്ടിൽ നിന്നുള്ള വാസുകിക്കും അതുപോലെ തന്നെ കേന്ദ്ര തലത്തിൽ ട്രേഡ് യൂണിയൻ രംഗത്ത് പ്രവർത്തിക്കുന്ന AR ഹേമലതയ്ക്കുമാണ്. കേരളത്തിൽ ഇത്രയും വനിതാ നേതാക്കൾ ഉണ്ടായിട്ട് KR ഗൗരിയമ്മയും അതുപോലെ തന്നെ സുശീല ഗോപാലനും പോലും പൊളിറ്റ് ബ്യൂറോയിൽ എത്തിയില്ല. സീനിയർ കേന്ദ്ര കമ്മിറ്റി അംഗമായ KK ശൈലജ ഉണ്ട്. എന്തുകൊണ്ട് KK ശൈലജ പൊളിറ്റ് ബ്യൂറോയിലേക്ക് വരുന്നില്ല? വരുമോ എന്നുള്ളത് വേറൊരു വിഷയം.
വരുന്നില്ലെങ്കിൽ എന്തുകൊണ്ട് വന്നില്ല എന്നൊരു ചോദ്യം സ്വാഭാവികമായി ഉണ്ടാകും. കാര്യം കേരളത്തിൽ നിന്നുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ എണ്ണം കൂടുതലാണ്. മാത്രമല്ല വനിതാ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കെ ശൈലജ ആയാലും CS സുജാത ആയാലും അങ്ങനെ 3 വനിതകൾ കേന്ദ്ര കമ്മിറ്റിയിലുണ്ട്. പക്ഷേ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കാര്യം. കേരളത്തിൽ അത്യാവശ്യം രാഷ്ട്രീയ ഭരണമുണ്ട്, പാർട്ടി സംഘബലമുണ്ട്, അംഗബലമുണ്ട്. അങ്ങനെ ഉള്ള സ്ഥലത്ത് നിന്ന് കൂടുതൽ സ്ഥലങ്ങളിലേക്ക് ആൾക്കാരെ കൊണ്ടുവരിക. ഇപ്പം ഡോക്ടർ കെ ഹേമലത വലിയ നേതാവാണ്, CITUവിൻ്റെ ദേശീയ അധ്യക്ഷയാണ്. പക്ഷേ അവസാന നിമിഷം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഒരു കാലത്ത് 80കളിൽ SFIയുടെ തീപ്പൊരി നേതാവായിരുന്ന മറിയം ദാവളെ, അശോക് ദാവളയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടുന്ന അശോക് ദാവളയുടെ ഭാര്യ മറിയം ദാവളയ്ക്കൊരു സാധ്യത ഉണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ലഭ്യമാകുന്നുണ്ട് വിവരങ്ങൾ. തീർച്ചയായും. അപ്പോൾ കേന്ദ്ര കമ്മിറ്റിയും അതുപോലെ തന്നെയാണ്. കേന്ദ്ര കമ്മിറ്റിയിലേക്ക് പുതിയ അംഗങ്ങൾ വരും, പോളിറ്റ് ബ്യൂറോയിലേക്ക് പുതിയ അംഗങ്ങൾ വരും. MA ബേബി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള CPIMന്റെ പുതിയ കമ്മിറ്റിയിൽ അതിന്റെ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായി ഒരുപക്ഷെ കേരളത്തിൽ നിന്ന് കെ രാധാകൃഷ്ണൻ പോലെയുള്ള ആളുകൾക്ക് സാധ്യത കൽപ്പിക്കുന്നുണ്ട്. സാധ്യതയുണ്ട്. ബിജു കൃഷ്ണൻ, ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ബിജു കൃഷ്ണൻ, അതുപോലെ തന്നെ ഈ ഡോക്ടർ കെ ഹേമലത വരാതിരിക്കാൻ ഒരു കാരണം പറയുന്നത് ഡോക്ടർ ഹേമലതയുടെ മകനാണ് R അരുൺകുമാർ, ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. രണ്ടുപേരും കൂടെ വരില്ല എന്നുള്ളൊരു സാധ്യതയൊക്കെ പറയുന്നുണ്ട്. അത് എത്രത്തോളം പ്രായോഗികമാണെന്നും അറിയില്ല. പക്ഷേ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടി നേതൃത്വം പറയുന്നുണ്ട്. തീർച്ചയായും. എന്തായാലും ബിജു കൃഷ്ണൻ കരിവള്ളൂരുകാരനാണ്, മലയാളിയാണ്. പക്ഷേ അദ്ദേഹം കേരള ഘടകത്തിന്റെ ഭാഗമല്ല. ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന AIKSന്റെ അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതാവാണ് ബിജു കൃഷ്ണൻ. ബിജു കൃഷ്ണൻ പോളിറ്റ് ബ്യൂറോയിലേക്ക് വരാം. അതുപോലെ തന്നെ AIKS നേതാവ്. അതുപോലെ തന്നെ രാജസ്ഥാനിലെ കാര്യം പറയുമ്പോൾ രാജസ്ഥാൻ BJPക്കൊക്കെ വലിയ ശക്തമായ വേരോട്ടമുള്ള സ്ഥലത്ത് ജയിച്ച MP ആണ് ഒരു അമ്രാറാം. അദ്ദേഹം PBയിലേക്ക് വരുന്നു എന്നുള്ളത് പുതിയൊരു കാര്യം. ഇന്നലെ വൈകുന്നേരം വരെ അങ്ങനെ ഒരു പേരേ ചിത്രത്തിലില്ലായിരുന്നു. പല പേരുകളുണ്ടായിരുന്നെങ്കിൽ പോലും ഇന്ന് രാവിലെ ആയപ്പോഴേക്കാണ് അമ്രാറാമിന്റെ പേര് വരുന്നത്. സ്വാഭാവികമായും അദ്ദേഹം ഹിന്ദി ബെൽറ്റിൽ നിന്ന് ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം CPMന് ഒരു മെമ്പറെ ഉണ്ടാക്കിയ ആളാണ്. അമ്രാറാം ശരിയാണ്, MP ആണ്. അമ്രാറാം പാർലമെന്റിലേക്ക് വരുന്നു. അപ്പോഴും കേരളത്തിൽ നിന്നുള്ള ഏക MP കെ രാധാകൃഷ്ണന് വരാൻ കഴിയുമോ? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. AIKSനെ സംബന്ധിച്ച്, അഖിലേന്ത്യാ കിസാൻ സഭയെ സംബന്ധിച്ച് അതിന്റെ പ്രധാനപ്പെട്ട നേതാക്കളായി ബിജു കൃഷ്ണനും അതുപോലെ തന്നെ അമ്രാറാമും എത്തും. അതുപോലെ തന്നെ തൊഴിലാളി രംഗത്തു നിന്നുള്ള പ്രമുഖരായ നേതാക്കൾ ഉണ്ടാകും. എന്തായാലും പുതിയ കമ്മിറ്റി എങ്ങനെയൊക്കെ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണാം. ഒരു കാര്യം, കേരളത്തിൽ നിന്ന് ആരൊക്കെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എന്നുള്ള ചോദ്യമുണ്ട്. കാര്യം കോടിയേരി ബാലകൃഷ്ണൻ മരിച്ച ഒഴിവുണ്ട്. ഒപ്പം തന്നെ PK ശ്രീമതി KK ശൈലജ, ക്ഷമിക്കണം, AK ബാലൻ. ഈ രണ്ടുപേരുടെ 3 ഒഴിവുണ്ട്. ആ 3 ഒഴിവിലേക്ക് ആരൊക്കെ വരും എന്നുള്ളതാണ്. അതിനകത്തൊരു വനിത വരുമോ എന്നുള്ള ചോദ്യമുണ്ട്. തീർച്ചയായും. നമുക്ക് എന്തായാലും അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. അതിൽ വനിത സ്വാഭാവികമായും J മേഴ്സിക്കുട്ടിയമ്മയുടെ പേരിനാണ് മുൻതൂക്കം. അപ്പോഴും നമുക്ക് PK സൈനബയുടെയും പേരുകൾ, PK സൈനബയുടെയും TN സീമയുടെയും പേര് പരിഗണിക്കുന്നുണ്ട്. PK ബിജു കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എത്താം. ഇങ്ങനെ കേന്ദ്ര കമ്മിറ്റി സംബന്ധിച്ചും നിരവധി സാധ്യതകൾ നമുക്ക് തുടർന്ന് അങ്ങോട്ടുള്ള ബുള്ളറ്റിനുകളിലും അതുപോലെ തന്നെ ചർച്ചകളിലും നമുക്ക് ഇവിടെ CPM സമ്മേളന വേദിയിൽ മധുരയിൽ ഉരുത്തിരിയുന്ന ഓരോ ചലനങ്ങളും അങ്ങോട്ടേക്ക് എത്തിക്കാം. ജയലക്ഷ്മി.